ഹായ് ഫ്രണ്ട്സ്, ഇതിനെയാണ് ഈ മേൽനോട്ടം എന്ന് പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ എനിക്ക് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയേ. ടീക്കോ ആരെയോ ഉന്നം വെച്ചാണിരിക്കുന്നത്. ആളാരാന്ന് നിങ്ങൾ കണ്ടോ? അവിടെ പുളിഞ്ചി മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് കിറ്റി എന്തോ തപ്പിപ്പെറുക്കുന്നുണ്ട് കേട്ടോ. എന്തോന്ന് എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. ഈ പുളിഞ്ചിയുടെ ചുവട്ടിൽ പുളിഞ്ചിക്കായ കാണത്തുള്ളൂ. ഇനിയിപ്പോൾ ചിക്കൻ വല്ലതും കിടപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നെയാണേലും കൊള്ളാം, പുള്ളിക്കാരി അവിടെ പോയിരുന്നത് തപ്പിപ്പെറുക്കാം. അത് നോക്കി ഇവിടെ ഒരാൾ ഇരിക്കുവാണേ, നമ്മുടെ ടീക്കോപ്പനല്ല, നമ്മുടെ ടീക്കോമ്മ, സോറി. ആശട്ട് ഇങ്ങനെ കണ്ണുമിഴിച്ചിങ്ങനെ നോക്കിയിരിക്കുക. ഇടയ്ക്ക് എന്നെ ഒന്ന് നോക്കി കേട്ടോ, എന്താണെന്ന്. എന്നിട്ട് വീണ്ടും കണ്ണുവിടാതെ നോക്കിക്കൊണ്ടിരിക്കുക. ഇവർ നമ്മൾ ഭയങ്കര ഇഷ്ടമോ, പക്ഷെ കണ്ടാൽ ദേഷ്യവുമാണേ, എന്തോന്നറിയത്തില്ല. അങ്ങനെ കിറ്റിപ്പൻ അവിടുന്ന് പെറുക്കെല്ലാം കഴിഞ്ഞിട്ട് നടന്ന് വരുന്നുണ്ടേ. നടന്ന് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരാൾ ഇവിടെ ഇരിക്കുന്ന കണ്ടത്. അവളാ ഇരിക്കുന്നിടത്തുനിന്ന് അനങ്ങുന്നില്ല നമ്മുടെ ടീക്കോപ്പനെ. കിറ്റി അങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അങ്ങ് പോയി കേട്ടോ. എന്നാലും കിറ്റിയുടെ മേൽ നിന്നുള്ള നോട്ടം ടീക്കോ മാറ്റുന്നില്ല കേട്ടോ. എവിടെ വരെ പോകും, എങ്ങനെ വരെ ചെല്ലും എന്നറിയാൻ വേണ്ടിയുള്ള നോട്ടം ഒരുക്കുവാന്ന് തോന്നുന്നു. കിറ്റി വീണ്ടും നോക്കുന്നത് ടീക്കോയെ. ടീക്കോയ്ക്കൊരു പേടിയും ഇല്ലെന്ന വിധത്തിൽ പുള്ളിക്കാരി എങ്ങനെ ഇരിക്കും കേട്ടോ. അങ്ങനെ കുറച്ച് നേരം തമ്മി നോക്കിയതിന് ശേഷം കിറ്റിയുടെ പാട് നോക്കി കേട്ടോ. കിറ്റി പോകാൻ തീരുമാനിച്ചു. അങ്ങനെ കിറ്റി അങ്ങ് നടന്നകലുക. എന്നാലെങ്ങാനും ടീക്കോ നോട്ടം വിടുന്നുണ്ടോ, അതുമില്ല. ടീക്കോ നോക്കി അങ്ങനെ ഇരിക്കുക കേട്ടോ. തണുപ്പായതുകൊണ്ട് പുള്ളിക്കാരിക്ക് ഇരിക്കുന്നിടത്തുനിന്ന് എണീക്കാനും മടിയാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ടീക്കോയെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് കൂടെ ചെയ്തേക്കണേ. ടീക്കോയാണോ കിറ്റിയാണോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യണേ.